ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് തംബ്നെയിലിൽ കണ്ട പോലെ സൂചി നൂലും വെച്ച് ഒരു ഉടുപ്പ് തയ്ക്കാം. കൈത്തയ്യലായിട്ടാണ് തയ്ക്കുന്നത്. ഇതൊരു പഴയ ചുരിദാറാണ്. ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം വെട്ടിയെടുക്കുന്നത്. ലൈനിങ് 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അളവുടുപ്പിൻ്റെ ബോഡി പാർട്ട് അതുപോലെ അതേ അളവിൽ നമ്മൾ ലൈനിങ് പീസിൽ അടയാളപ്പെടുത്തുകയാണ്. അതിന് ശേഷം ഇനിയാണ് നമ്മൾ തയ്യൽ തുമ്പ് അതിൽ അടയാളപ്പെടുത്തുന്നത്. ഒരു അര ഇഞ്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ഒരു അര ഇഞ്ച് ഒക്കെ മതിയാകും, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇനി നമുക്ക് ഇത് വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴുത്ത് വെട്ടുമ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ച് വെട്ടുക. അതേ അളവിൽ നമ്മൾ മാർക്ക് ചെയ്ത അതേ അളവിലാണ് കഴുത്ത് വെട്ടുന്നത് എങ്കിൽ നമ്മുടെ കഴുത്ത് തുന്നി വരുമ്പോൾ ചിലപ്പോൾ ഇറക്കം കൂടും. ഈ വീഡിയോയിൽ കണ്ട പോലെ കറക്റ്റ് അളവിൽ തന്നെ അത് വെട്ടുക. ഈ ഉടുപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും കഴുത്ത് ഒരേ അളവിലാണ് കഴുത്ത് വെട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ഇറക്കി വെട്ടാവുന്നതാണ്. ഈ വെട്ടിയത് ഇനി നമുക്ക് നല്ല തുണിയിൽ വെട്ടിയെടുക്കാം. നമ്മൾ വെട്ടുമ്പോൾ ലൈനിങ്ങിനെക്കാട്ടിയും ഒരു അര ഇഞ്ചൊക്കെ കൂടുതൽ നിന്നോട്ടെ. അത് പിന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ വെട്ടിക്കളഞ്ഞാൽ മതി. ഇതിൽ കഴുത്ത് വെട്ടിയിട്ടില്ല, ലൈനിങ്ങിലാണ് നമ്മൾ കഴുത്ത് വെട്ടിയത്. നല്ല തുണിയുടെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് പീസ് വെച്ചാണ് തുന്നുന്നത്. ഇത് ഉടുപ്പിൻ്റെ ബാക്ക് പാർട്ടാണ്. ഇതിൽ സെൻറ്ററിൽ ഒരു കുളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെട്ടിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കൈക്കുഴിയും കഴുത്തും നമ്മൾ തുന്നി കൊടുക്കണം. തുന്നുമ്പോൾ ചെറിയ സ്റ്റിച്ചിൽ തുന്നുക, എന്നാലേ അത് ഉറപ്പുണ്ടാവുകയുള്ളൂ. കഴുത്ത് തുന്നുമ്പോൾ ശ്രദ്ധിച്ച് തുന്നണം, അല്ലെങ്കിൽ അത് ആകെ വൃത്തികേടാകും. തുന്നിയതിന് ശേഷം അത് മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കഴുത്തിൻ്റെ ഭാഗത്ത് പതിച്ച് ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ തുന്നൽ. അത് നമ്മൾ ചെറിയ സ്റ്റിച്ചിൽ തുന്നി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡറും സൈഡ് ഭാഗവും കൂട്ടി തുന്നുക. ഇത് ഉടുപ്പിൻ്റെ താഴ്ഭാഗത്തെ പീസാണ്. നമ്മൾ ഇത് ആദ്യം അതിൻ്റെ അടിഭാഗം മടക്കി തുന്നി കൊടുക്കുക. അതിന് ശേഷം ലൈനിങ് പീസും അതിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി തുന്നി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രില്ലിടാം, അതാവും എളുപ്പം. ഇതിൻ്റെ താഴ്ഭാഗമാണല്ലോ നമ്മൾ മടക്കി തയ്ച്ചത്. ഇതിൻ്റെ മറു സൈഡിലാണ് നമ്മൾ ഇനി ഫ്രില്ലിടാൻ ഇത് തുന്നി കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ നോർമൽ സ്റ്റിച്ചിലിങ്ങനെ തുന്നി കൊടുക്കുക. തുന്നിയിട്ട് ഇത് അവസാനം എത്തുമ്പോൾ ആ നൂലിങ്ങനെ വലിച്ചു കൊടുത്താൽ അതിങ്ങനെ ചെറിയ ഞെറിവുകളായിട്ട് നമുക്ക് കിട്ടും. ഉടുപ്പിൻ്റെ ബോഡി പാർട്ടിൻ്റെ അരവണ്ണത്തിന് കണക്കാക്കി നമ്മൾ ഈ നൂല് വലിച്ചു കൊടുത്താൽ ഇതിൻ്റെ അരവണ്ണവും ബോഡി പാർട്ടിൻ്റെ അരവണ്ണവും ഒരുപോലെ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ലൈനിങ്ങും ചെയ്യേണ്ടത്. ലൈനിങ്ങും ഇതുപോലെ ഫ്രില്ലിട്ട് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡുകൾ കൂട്ടിക്കൊടുക്കാം. രണ്ടും ഒരുമിച്ചല്ല, രണ്ടും സെപ്പറേറ്റായിട്ട് അതിൻ്റെ സൈഡെല്ലാം കൂട്ടി തുന്നി കൊടുക്കാം. തുന്നുമ്പോൾ ശ്രദ്ധിക്കണം, ബോഡി പാർട്ടിൻ്റെ അരവണ്ണവും ഈ ലൈനിങ് പീസിൻ്റെയും നല്ല പീസിൻ്റെയും അരവണ്ണവും ഒരുപോലെ ആവണം. ഇനി നമുക്ക് ഇത് ബോഡി പാർട്ടിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായി വീഡിയോയിൽ കാണുന്നത് പോലെ ബോഡി പാർട്ട് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഈ താഴ്ഭാഗത്തിൻ്റെ നല്ല വശവും ചേർത്ത് നമുക്ക് തുന്നി കൊടുക്കാം. തുന്നുമ്പോൾ ഈ ബോഡി പാർട്ടും ആ നല്ല തുണിയും തമ്മിൽ ആദ്യം തുന്നിയതിന് ശേഷം
പിന്നീട് ലൈനിങ് യോജിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ തുന്നുന്നത് നമുക്ക് എളുപ്പമായിരിക്കും. രണ്ടും ഒരുമിച്ച് തുന്നുന്നതിനെക്കാട്ടി നല്ലത് ഇതാണ്. ഇത് നമുക്ക് ഉടുപ്പിൻ്റെ കൈയിൻ്റെ ഭാഗത്ത് വെക്കാനുള്ളതാണ്. 1.5 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. നീളം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമുക്ക് എത്ര ഫ്രില്ല് വേണോ അതിനനുസരിച്ച് എടുക്കാം. ഇത് സെൻറ്ററിൽ, ഈ പീസിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് തുന്നി കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത് തുന്നിയിട്ട് ആ നൂലിങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്ക് അതും ഇതുപോലെ ഫ്രില്ലിട്ട് കിട്ടും. ഇതിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഈ തുന്നിയത് നമ്മൾ ഉടുപ്പിൻ്റെ കൈഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അവിടെ വെച്ച് തുന്നി കൊടുക്കുകയാണ്. ഞാൻ ഈ ഉടുപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിലും ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഭംഗിയായിരിക്കും. ഇതാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ പൂവ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.